2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ധനകാര്യ വകുപ്പിന്റെ ചുമതലയും വഹിക്കുന്ന മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയും വരും വർഷങ്ങളിലെ വികസന പദ്ധതികളും വിശദീകരിച്ചുകൊണ്ടാണ് ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്. വ്യക്തമായ ജനവിധിയോടെ അധികാരത്തിലെത്തിയ സർക്കാരാണിതെന്നും പുതിയ കേരളം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനം വലിയ സാമ്പത്തിക വെല്ലുവിളിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മുഖ്യമന്ത്രി ബജറ്റിന്റെ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി. കേരളത്തിന്റെ തനത് വരുമാനം മറ്റ് പല സംസ്ഥാനങ്ങളിലെയും അപേക്ഷിച്ച് കുറവാണെന്നും മുൻകാല പദ്ധതികൾക്കായി എടുത്ത സാമ്പത്തിക ബാധ്യതകളും ഇപ്പോൾ സർക്കാരിന് വലിയ വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് കിഫ്ബി പദ്ധതികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കിഫ്ബിയുടെ സാമ്പത്തിക സ്ഥിതിയും അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളും പഠിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്ന കേന്ദ്രവിഹിതം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇത്തവണ വാർഷിക പദ്ധതി അടങ്കൽ കുറച്ചിട്ടുണ്ട്. 35,000 കോടി രൂപയായി കണക്കാക്കിയിരുന്ന പദ്ധതി അടങ്കൽ 30,370 കോടി രൂപയായി പുനഃക്രമീകരിച്ചു. കേന്ദ്ര സഹായം പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കാതിരുന്നതാണ് ഇതിന് പ്രധാന കാരണമെന്ന് മന്ത്രി പറഞ്ഞു. സാമ്പത്തിക വെല്ലുവിളികൾ ഉണ്ടായിട്ടും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ പിന്നോട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഈ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഗുണം ചെയ്യുന്ന പദ്ധതിയാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ആശാ വർക്കർമാരുടെ ക്ഷേമത്തിനും സർക്കാർ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനും മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്നതിനുമായി 78 കോടി രൂപ വകവരുത്തി. ആരോഗ്യ മേഖലയിലെ പ്രധാന തൂണുകളിലൊന്നായ ആശാ വർക്കർമാരുടെ സേവനങ്ങൾ സർക്കാർ പ്രത്യേകം അംഗീകരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. കർഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. റബ്ബർ കർഷകർക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. ക്ഷീരവികസന മേഖലയ്ക്കായി 102 കോടി രൂപ വകയിരുത്തി. അടുത്ത 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാൽ ഉൽപാദനം 1 കോടി ലിറ്ററിൽ എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പുതിയ പദ്ധതികളും ഫാം ടൂറിസം പദ്ധതികളും നടപ്പാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ആരോഗ്യ മേഖലയിലും സുപ്രധാന പ്രഖ്യാപനങ്ങളുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും ആരംഭിക്കും. 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. പദ്ധതിയുടെ തുടക്കച്ചെലവായി 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മത്സ്യബന്ധന മേഖലയ്ക്ക് അധികമായി 50 കോടി രൂപ അനുവദിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതിയും നടപ്പാക്കും. അപകട ഇൻഷുറൻസ് പദ്ധതിയും പുതുക്കി കൂടുതൽ സുരക്ഷ ഉറപ്പാക്കും. മത്സ്യബന്ധന ബോട്ടുകൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി ഉയർത്തുന്നതും ഈ മേഖലയ്ക്ക് വലിയ സഹായകമാകും. ഗതാഗത മേഖലയും വികസന പ്രഖ്യാപനങ്ങളുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ തീരുമാനിച്ചു. പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ അനുവദിച്ചു. നഗരവികസനത്തിനായി 100 കോടി രൂപ ചെലവിൽ അർബൻ ഗ്രോത്ത് മിഷൻ ആരംഭിക്കും. നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും പദ്ധതിപരമായി വികസനം ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. വ്യാവസായിക മേഖലയിലും പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ മേഖലകളെ ബന്ധിപ്പിച്ച് ഗ്ലോബൽ ഫർണിച്ചർ ഹബ് സ്ഥാപിക്കും. ഇതിനായി 10 കോടി രൂപ വകയിരുത്തി. അതുപോലെ കൊച്ചി, തൃശൂർ മേഖലകളെ കേന്ദ്രീകരിച്ച് ഗ്ലോബൽ ഗോൾഡ് ഹബ് സ്ഥാപിക്കാനും 10 കോടി രൂപ അനുവദിച്ചു. കായിക മേഖലയിലും പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഫുട്ബോളിൽ പുതിയ പ്രതിഭകളെ കണ്ടെത്താൻ പ്രത്യേക പരിശീലന പദ്ധതികളും ആരംഭിക്കും. മലബാർ മേഖലയിൽ ഒരു പുതിയ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ 50 കോടി രൂപ അനുവദിച്ചു. ഊർജ്ജ മേഖലയിൽ കേരളത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. പുനരുപയോഗ ഊർജ്ജ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തി. റിസർവോയറുകളിൽ ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാനും സർക്കാർ പദ്ധതിയിടുന്നു. സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുന്നതിനായി യുവാക്കൾക്കായി 50 കോടി രൂപയുടെ പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു. പുതുമയുള്ള ആശയങ്ങളുമായി മുന്നോട്ട് വരുന്ന സംരംഭകർക്ക് ഇത് സഹായകരമാകും. പ്രകൃതി ദുരന്തങ്ങളെ കൂടുതൽ ഫലപ്രദമായി നേരിടാൻ ഡിസാസ്റ്റർ റെസിലിയൻസ് പ്രോഗ്രാം നടപ്പാക്കും. സംസ്ഥാന ആസൂത്രണ ബോർഡിനെ കൂടുതൽ ആധുനികമാക്കി ഒരു ചിന്താ കേന്ദ്രമായി മാറ്റുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിലെ ലോക സമുദ്ര വ്യാപാര ഭൂപടത്തിൽ കൂടുതൽ ശക്തമായ സ്ഥാനത്തേക്ക് ഉയർത്താൻ മിഷൻ സമുദ്ര എന്ന വലിയ പദ്ധതി നടപ്പാക്കും. സംസ്ഥാനത്തിന്റെ 600 കിലോമീറ്റർ തീരപ്രദേശം, അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, കണ്ടെയ്നർ ടെർമിനലുകൾ, മറ്റ് ജലഗതാഗത സൗകര്യങ്ങൾ എന്നിവയെ ഏകോപിച്ചാണ് പദ്ധതി നടപ്പാക്കുക. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ വകയിരുത്തി. ഗവേഷണ മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് നൽകാൻ പുതിയ റിസർച്ച് പാർക്ക് ആരംഭിക്കും. ഇതിനായി 60 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആരോഗ്യ ഗവേഷണത്തിനും വികസനത്തിനുമായി കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി സ്ഥാപിക്കാൻ 100 കോടി രൂപ മാറ്റിവെച്ചു. വയോജന ക്ഷേമത്തിനും ബജറ്റിൽ പ്രത്യേക പരിഗണന ലഭിച്ചു. പുതിയ വയോജന വകുപ്പിന് 10 കോടി രൂപ അനുവദിച്ചു. പ്രായമായവരെ പരിചരിക്കാൻ പരിശീലനം ലഭിച്ച ജീവനക്കാരെ സൃഷ്ടിക്കുന്നതിനായി കെയർ ഗിവർ പദ്ധതി ആരംഭിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി 100 കോടി രൂപ വകയിരുത്തി. വിദ്യാർത്ഥികൾക്ക് വിദേശത്തേക്ക് പോകുന്ന പ്രവണത കുറയ്ക്കാൻ കേരള നോളജ്
വാലി പദ്ധതി ആരംഭിക്കും. ലോകോത്തര പഠന സൗകര്യങ്ങൾ കേരളത്തിൽ തന്നെ ഒരുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കർഷകർ, സ്ത്രീകൾ, മത്സ്യത്തൊഴിലാളികൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, പ്രവാസികൾ, വ്യാവസായിക മേഖല, ആരോഗ്യ മേഖല, സാംസ്കാരിക മേഖല തുടങ്ങിയ സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ ഉൾക്കൊള്ളുന്ന പ്രഖ്യാപനങ്ങളാണ് ഈ ബജറ്റിലുള്ളത്. സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും വികസനവും ജനക്ഷേമവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമായാണ് 2026-27 സംസ്ഥാന ബജറ്റിൽ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.